തൃശൂർ പാവറട്ടിയിൽ പ്ലാവിന്റെ കൊമ്പ് വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു. ഹരിശ്ചന്ദ്രൻ എന്നയാളുടെ പറമ്പിലെ പ്ലാവിന്റെ കൊമ്പ് രാധ എന്ന അയൽവാസിയുടെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ആളപായമില്ല. തൃശൂരിൽ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ വികസന സമിതി യോഗം ചേർന്നു. കുടിവെള്ള പദ്ധതികൾ മുൻഗണനയോടെ പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികൾ. ദേശീയപാതാ നിർമ്മാണം, സ്കൂൾ കെട്ടിട നിർമ്മാണം, സുനാമി കോളനിയിലെ അനധികൃത താമസക്കാരെ ഒഴിപ്പിക്കൽ തുടങ്ങിയ 76 വിഷയങ്ങൾ ചർച്ച ചെയ്തു. തൃശൂരിൽ BKMU സംസ്ഥാന കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കർഷക തൊഴിലാളി ക്ഷേമനിധി സംരക്ഷിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയ്ക്കായി 500 കോടി അനുവദിക്കുക, പെൻഷനും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ ബുൾബുൾ മഹോത്സവം സംഘടിപ്പിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷനും 23ാമത് തൃശൂർ സ്കൗട്ട് ഓപ്പൺ ഗ്രൂപ്പുമാണ് ഉത്സവം നടത്തിയത്. CMS സ്കൂളിൽ നടന്ന പരിപാടി മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അഡ്വഞ്ചർ ബേസുകൾ ഒരുക്കിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കാർ തൃശൂർ കുന്നംകുളം റോഡിലെ വലിയ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻവശത്തെ ഇടതുഭാഗത്തെ ടയർ പൊട്ടി. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. തൃശൂരിൽ പേരാമ്പ്ര ദേശീയപാതയിൽ ആരംഭിച്ച അടിപ്പാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ സ്ഥലം സന്ദർശിച്ചു. സന്ദർശനം നടത്തിയത് വെള്ളിയാഴ്ച 11 മണിയോടെ. അടിപ്പാതയ്ക്കൊപ്പം സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ കാലതാമസമില്ലാതെ പൂർത്തീകരിക്കാനും MP നിർദ്ദേശിച്ചു. തൃശൂർ പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP സ്കൂളിൽ കിഡ്സ് പാർക്ക് കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുള്ളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം മഞ്ജുതര അരങ്ങേറി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം നേടിയ മാസ്റ്റർ ഹംദാൻ മെഹബൂബ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന കലോത്സവത്തിൽ വർണ്ണാഭമായ കലാപരിപാടികൾ അരങ്ങേറി. തൃശൂർ പറപ്പൂക്കരയിൽ പട്ടികജാതി മേഖലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പഞ്ചമി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂര് കുന്നംകുളത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തിയയാൾ പിടിയിൽ. വടക്കേക്കാട് സ്വദേശി ശ്രീജിലാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരായ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ മണലൂരിൽ കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാകേഷ് കണിയാപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. 24,000 തൈകളാണ് കൃഷിക്കായി എത്തിയത്. തൃശൂര് വെങ്കിടങ്ങൽ ബ്ലൂ ഡേ ആഘോഷിച്ച് കുരുന്നുകൾ. ഏനാമക്കൽ സെന്റ് ജോസഫ് സ്കൂളിലെ LKG വിദ്യാർത്ഥികളാണ് നീലവസ്ത്രം ധരിച്ച് വിസ്മയ കാഴ്ചയായത്. പരിപാടി അധ്യാപകൻ ജോഷി പോൾ ഉദ്ഘാടനം ചെയ്തു. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീട്ടുവളപ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. അനിൽ എന്നയാളുടെ വീട്ടുപറമ്പിൽ നിന്നാണ് 15 അടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. മുൻ മന്ത്രി CF തോമസിന്റെ 4ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഗ്രേറ്റർ കുട്ടനാട്